വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമെന്ന് വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ. വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയ്ക്ക് വിവിധയിടങ്ങളിൽ LDF പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം നൽകി. മഞ്ഞപ്പിത്തം ബാധിച്ചു ഒരാൾ കൂടി മരിച്ചതോടെ ജനം ആശങ്കയിൽ. ഇതോടെ മേഖലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3ആയി. പോത്തുകൽ, എടക്കര പഞ്ചായത്തുകളിൽ പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തം നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ കൂടുതൽ പഞ്ചായത്തുകളിൽ റിപ്പോർട്ട് ചെയ്തു. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SFIക്കെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം. നിലമ്പൂരിൽ നിന്ന് രാജറാണിയിൽ ഇനി തിരുവനന്തപുരത്തെത്താം. മാർച്ച് 1 മുതൽ രാജറാണി എക്സ്പ്രസ് മുതൽ നാഗർകോവിൽ കണക്ഷൻ ട്രെയിൻ സർവീസ് കൂടിയായി മാറി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമെന്ന് വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ. നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. 2 ദിവസമായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ള എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു ഓട്ടപ്രദക്ഷിണം, എല്ലായിടത്തും എത്തിയിട്ടില്ല, എല്ലാ പഞ്ചായത്തുകളിലും എത്തിയിട്ടില്ല, ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ കാണുന്ന മനുഷ്യർ മുഴുവനും ഇത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോ അനുഭാവികളോ മാത്രമല്ല, പക്ഷേ ഈ സ്ഥാനാർത്ഥി വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ വഴിയെ വേറെ എന്തെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ നമ്മളെ കാണുന്ന ആ മനുഷ്യരുടെയൊക്കെ മുഖത്ത് ഒരുപാട് കാലം അനാഥമായി നിന്നിട്ട് ആരോ നമുക്കുണ്ട് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് വിരിയുന്നതാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും എൻ്റെ താങ്കൾ സൂചിപ്പിച്ച പോലെ 10-45 വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിലുള്ള പ്രവർത്തനമാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ഒക്കെയായി, ദളിതരുടെയും ആദിവാസികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ഇടയിലുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, അവരുടെയൊക്കെ മുഖത്ത് വിരിയുന്ന ചിരി എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ആരോ ഉണ്ട് അവരോടൊപ്പം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ചിരിയാണ് എൻ്റെ ധൈര്യം. അതായത് ഒരു തെരഞ്ഞെടുപ്പ്, അത് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നാലും ശരി, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നാലും ശരി, ഈവൻ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നാൽ പോലും അവിടെയൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയം മുതൽ സംസ്ഥാന രാഷ്ട്രീയം മുതൽ പഞ്ചായത്തിലുള്ള രാഷ്ട്രീയം വരെ ആ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും. തെരഞ്ഞെടുപ്പാണ്. ഞാൻ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിലാണ്. ആർക്കെങ്കിലും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ സിറ്റിംഗ് MP വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊരു വെല്ലുവിളിയാണെന്ന് എനിക്ക് ജനാധിപത്യത്തിലാണ് വിശ്വാസം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളിലാണ് അധികാരമുള്ളത്. ആ ജനാധിപത്യത്തിലും ഈ മണ്ഡലത്തിലെ ജനങ്ങളിലുമാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ഭയമില്ല, മറ്റൊരു ആശങ്കയും എനിക്കില്ല. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ വരും തലമുറയിലെ മുഴുവൻ പേർക്കും പൗരത്വം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് BJP നടത്തുന്നത്. ഈ സാഹചര്യം ഒഴിവാക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷ പ്രാതിനിധ്യം കൂടുതലായി ഉറപ്പിക്കേണ്ടതുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. വയനാട്ടിലെ ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അല്ല, സ്വീകാര്യത ഉണ്ടാകുക തന്നെ അത് തന്നെ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കുള്ള ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുക. മനുഷ്യപക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെത്. അപ്പോൾ അതിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്, അതിന്റെ പുറത്തേക്ക് പോയിട്ടുള്ള പ്രവർത്തനമല്ല.
അപ്പോൾ അങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ നിലപാടുകൾക്കുമുള്ള സ്വീകാര്യതയാണ്. അതിന് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അത് ജനങ്ങളിലാണുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ജനങ്ങൾ എൻ്റെ ഭാവിയിലുള്ള പ്രവർത്തനം, ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തക എന്ന നിലയിൽ ഇനിയും ഞാൻ അങ്ങോട്ടേക്ക് നടത്താനിരിക്കുന്ന പ്രവർത്തനം, ആ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് പിന്തുണ തരും. ആ പിന്തുണ എന്ന് പറയുന്ന വോട്ടിന്റെ രൂപത്തിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ല, ഇതില് കരുത്തരയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും ജനങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് അത് പരിഹരിക്കാൻ കരുത്തുള്ളവരെ തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും മത്സരിപ്പിക്കുക. ഇക്കുറിയും അത് തന്നെയാണ് ഇത്തവണയും പിന്തുടർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് മത്സരിക്കാനും ജയിക്കാനും തന്നെയാണ്. അതുകൊണ്ട് 20 മണ്ഡലങ്ങളിലും ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വലിയ ശുഭാപ്തി. വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുൻഗണന നൽകുക. കഴിഞ്ഞ 45 വർഷമായി ജനകീയ വിഷയങ്ങളിൽ പരിഹാരം തേടിയും വർഗീയതയ്ക്കെതിരെ കടുത്ത പോരാട്ടം നടത്തിയുമാണ് മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും നിലനിർത്താനുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിന് അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPI ഉൾപ്പെടെ കരുത്തരെയാണല്ലോ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നതെന്ന ചോദ്യത്തിന് എന്നും ഇടതുപക്ഷം ഈ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അവർ പറഞ്ഞു. മണിപ്പൂരിൽ നടന്ന നരഹത്യക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മണിപ്പൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തവരാണ് BJP സർക്കാർ എന്നും അവർ പറഞ്ഞു. വയനാട്ടിൽ ഇക്കുറി ഇടതുപക്ഷ അനുകൂല സാഹചര്യമാണെന്നും വിജയം ഉറപ്പാണെന്നും ആനി രാജ പറഞ്ഞു. അല്ല, സ്വീകാര്യത ഉണ്ടാകാൻ തന്നെ അത് തന്നെ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കുള്ള ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മനുഷ്യപക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെത്. അപ്പൊ അതിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്, അതിന്റെ പുറത്തേക്ക് പോയിട്ടുള്ള പ്രവർത്തനമല്ല. അപ്പൊ അങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ നിലപാടുകൾക്കുമുള്ള സ്വീകാര്യതയാണ്. അതിന് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അത് ജനങ്ങളിലാണുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ജനങ്ങൾ എൻ്റെ ഭാവിയിലുള്ള പ്രവർത്തനം, ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തക എന്ന നിലയിൽ ഇനിയും ഞാൻ അങ്ങോട്ടേക്ക് നടത്താനിരിക്കുന്ന പ്രവർത്തനം, ആ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് പിന്തുണ തരും. ആ പിന്തുണ എന്ന് പറയുന്ന വോട്ടിന്റെ രൂപത്തിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയ്ക്ക് നിലമ്പൂരിൽ LDF പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വയനാട് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് മണ്ഡലത്തിന്റെ കവാടമായ വടപുറത്താണ് സ്വീകരണം നൽകിയത്. വണ്ടൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 6:20ഓടെയാണ് നിലമ്പൂരിനടുത്ത് വടപുറത്ത് എത്തിയത്. നിലമ്പൂർ MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ ചുവന്ന ഷാൾ അണിയിച്ചാണ് സ്വീകരിച്ചത്. നൂറുകണക്കിന് മോട്ടോർ ബൈക്കുകളുടെയും മറ്റു വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് അവർ തുറന്ന വാഹനത്തിൽ വടപുറത്ത് നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെട്ടത്. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ നിലമ്പൂർ ടൗണിലെത്തി. നിരവധി സ്ത്രീകൾ അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിയോടെ സ്ഥാനാർത്ഥിയെ കാണാനായി റോഡരികിൽ എത്തിയിരുന്നു. വാഹനം നിർത്തി പ്രവർത്തകർക്കും അണികൾക്കും വോട്ടർമാർക്കും കൈകൊടുത്താണ് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയത്. നിലമ്പൂർ, ചന്തക്കുന്ന്, മുക്കട്ട, കരുളായി, മൂത്തേടം, എടക്കര എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ശനിയാഴ്ച റോഡ് ഷോ സമാപിച്ചു. ശനിയാഴ്ച രാത്രി നിലമ്പൂരിൽ തങ്ങുന്ന സ്ഥാനാർത്ഥി ഞായറാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ പോയി പൗരപ്രമുഖരടക്കമുള്ളവരെ കാണുമെന്നും അറിയുന്നു. PV അൻവറിന് പുറമെ CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ, CPI ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ്, CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി E പത്മാക്ഷൻ, ലോക്കൽ സെക്രട്ടറിമാർ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, NCP S ബ്ലോക്ക് പ്രസിഡന്റ് പരന്തൻ നൌഷാദ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിജാജ്, ജോർജ് കാന്റണി, അരുമ ജയകൃഷ്ണൻ, M മുജീബ് റഹ്മാൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, വനിതാ ഭാരവാഹികൾ തുടങ്ങിയവരും സ്വീകരണത്തിന് എത്തിയിരുന്നു.
ഇടതു പ്രവർത്തകർക്ക് ആവേശമായി LDF വയനാട് മണ്ഡലം ലോക്സഭാ സ്ഥാനാർത്ഥി ആനി രാജ വണ്ടൂർ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. നേരത്തെ കളം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവാലിയിൽ നിന്നാരംഭിച്ച് വണ്ടൂർ ചുറ്റി വടപുറത്ത് സമാപിച്ചു. ദേശീയ നേതാവായ ആനി രാജ ആദ്യമായാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ എത്തുന്നത്. അരീക്കോട് നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് തിരുവാലിയിലെത്തിയത്. CPM ഏരിയ സെക്രട്ടറി B മുഹമ്മദ് റസാഖ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രഭാകരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആനി രാജയെ സ്വീകരിച്ചു. തുടർന്ന് റോഡ് ഷോയായി വണ്ടൂർ നടുവത്ത് ചുറ്റി വടപുറം വഴി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു. ഇരു പാർട്ടിയിലെയും ജില്ലാ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചതോടെ ജനം ആശങ്കയിൽ. ഇതോടെ മേഖലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3ആയി. പോത്തുകൽ, എടക്കര പഞ്ചായത്തുകളിൽ പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തം നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ കൂടുതൽ പഞ്ചായത്തുകളിൽ റിപ്പോർട്ട് ചെയ്തു. പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകളിലാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സ്ഥിരീകരിച്ചത്. 152 പേർക്ക് രോഗം ബാധിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു. 38 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോത്തുകൽ പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന എടക്കര പഞ്ചായത്തിലെ 1-ാം വാർഡായ ചെമ്മൻകൊല്ലിയിൽ 7 പേരാണ് നിലവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡിലെ മുഴുവൻ കിണറുകളും ശുചീകരിക്കുകയും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് 6 കിണറുകളിൽ പരിശോധിച്ചതിൽ 3 വെള്ളം ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. കിണറുകളിലെ വെള്ളം 3 ദിവസത്തിലൊരിക്കൽ ക്ലോറിനേറ്റ് ചെയ്തു. പോത്തുകല്ലിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ സെല്ല് തുറന്നിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്തു തുടങ്ങി. രോഗബാധ നിയന്ത്രണ വിധേയമാകുന്നതുവരെ പ്രദേശത്തെ ഹോട്ടലുകളും കൂൾബാറുകളും തുറന്നു പ്രവർത്തിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആവശ്യം വരുന്ന പക്ഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യുവാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക അറിയിച്ചു. ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും ജലജന്യ രോഗങ്ങൾ കൂടി വരുന്നുണ്ട്. വ്രതാനുഷ്ഠാന മാസങ്ങളിലും ഉത്സവങ്ങളിലും ആഘോഷവേളകളിലും തീർത്ഥാടന സമയങ്ങളിലും ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു. ജില്ലയിൽ ജലദൗർലഭ്യം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ജലജന്യ രോഗങ്ങൾക്കെതിരെയും ഭക്ഷ്യവിഷബാധകൾക്കെതിരെയും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം സഹകരണത്തോടെയാണ് പ്രതിരോധ പ്രവർത്തനം. വീടുകൾ കയറിയിറങ്ങി ബോധവൽക്കരണവും നൽകുന്നുണ്ട്. പനി, ക്ഷീണം, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ SFIയെ ഭീകര സംഘടനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരോധിക്കുകയാണ് വേണ്ടതെന്നും സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ SFI നേതാക്കളെയും അവർക്ക് കൂട്ടുനിന്ന അധ്യാപകരെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. നിലമ്പൂരിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം റോഡിൽ പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റുവാൻ പോലീസ് നടത്തിയ ശ്രമമാണ് 10 മിനിറ്റോളം പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിൽ കലാശിച്ചത്. കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കിയത്. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം VA കരീം ഉദ്ഘാടനം ചെയ്തു. അവരെ അതിനേക്കാൾ കടന്ന രീതിയിലുള്ള ഒരു ഭീകരമായ കൊലപാതകമാണ് വെറ്ററിനറി കോളേജിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. 51 വെട്ടുവെട്ടിക്കൊണ്ട് CP ചന്ദ്രശേഖരനെ വലിച്ചെറിഞ്ഞ് സമാനമായിക്കൊണ്ട് 3 ദിവസക്കാലം ജനമാനം പോലും കൊടുക്കാതെ അതിനിഷ്ഠൂരമായിക്കൊണ്ട് കൊന്ന് കൊന്ന
വ്യാപാരികന്മാരെ അഴിക്കുള്ളിലാക്കുന്നതുവരെയും കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭവുമായിക്കൊണ്ട് മുന്നോട്ട് പോയിട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. നിങ്ങൾക്കറിയാം, എല്ലാ കൊലപാതകത്തെയും ന്യായീകരിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇ പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നപ്പോൾ അത് ആസൂത്രണം ചെയ്ത കുഞ്ഞനന്ദനെ പ്രതിയാക്കിയപ്പോൾ ആ കുഞ്ഞനന്ദൻ പഠിച്ചു കണ്ടതിന് ശേഷവും അദ്ദേഹം പ്രതിയാണെന്ന് ഹൈക്കോടതി വിധിച്ചപ്പോഴും ഇ പി ജയരാജൻ എന്ന രാജസ്ഥാൻ പാർലമെന്റിലെ അംഗമായി നിൽക്കുന്ന ഇ പി ജയരാജൻ അദ്ദേഹം പറഞ്ഞത് ഒരു പാഠം പ്രാപ്തം കൂടിയാണ് എന്നാണ് പറഞ്ഞത്. ഹിറ്റ്ലറും സ്റ്റാലിനും മുസോളിനിയും നടത്തിയിരുന്ന അതിനിഷ്ഠൂര കൊലപാതകങ്ങളെ വെല്ലുന്ന രീതിയിലാണ് SFI ക്രിമിനലുകൾ സിദ്ധാർത്ഥിനെ കൊന്നു തള്ളിയതെന്ന് നേതാക്കൾ പറഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ SFI ഗുണ്ടകൾ മർദ്ദിച്ച് അവശനാക്കി സിദ്ധാർത്ഥിനെ വിവസ്ത്രനാക്കി കോളേജിന്റെ നടുത്തളത്തിൽ കൊണ്ടിരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ചു. ബൂട്ടിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടി താലിബാൻ ഭീകരരെ പോലെ മരണവിധി നടപ്പിലാക്കുകയായിരുന്നുവെന്നും SFIക്ക് ആധിപത്യമുള്ള എല്ലാ ക്യാമ്പസുകളിലെയും ഇത്തരം തൊഴിൽവാഴ്ച സിദ്ധാർത്ഥിനെ പോലെ പല കുട്ടികളും ആരെയും അറിയിക്കാതിരിക്കുമ്പോൾ ഈ ക്രിമിനൽ സംഘം രാഷ്ട്രീയ സ്വാധീനത്താൽ തഴച്ചു വളരുകയാണ്. ഇനിയൊരു സിദ്ധാർത്ഥന്മാർ ഇല്ലാതാകുവാൻ SFI ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരോധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. A. ഗോപിനാഥ്, MK ബാലകൃഷ്ണൻ, അമീർ പൊറ്റമ്മൽ, അഡ്വക്കേറ്റ് ചെറി ജോർജ്, ടി സുരേഷ് തോണിയൽ, സൈഫു എനാന്തി എന്നിവർ സംസാരിച്ചു. ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം. നിലമ്പൂരിൽ നിന്ന് രാജറാണിയിൽ ഇനി തിരുവനന്തപുരത്തെത്താം. മാർച്ച് 1 മുതൽ രാജറാണി എക്സ്പ്രസ് മുതൽ നാഗർകോവിൽ കണക്ഷൻ ട്രെയിൻ സർവീസ് കൂടിയായി മാറി. യാത്രക്കാർക്ക് ട്രെയിൻ മാറിക്കേണ്ട അവസ്ഥ ഇതോടെ ഒഴിവായി. നിലമ്പൂരിൽ നിന്നും കൊച്ചുവേളി വരെയുള്ള രാജറാണിയിൽ തലസ്ഥാന നഗരി ചുറ്റും. രാജറാണിയിലെ യാത്രക്കാർക്ക് ഇനി നേരിട്ട് തിരുവനന്തപുരം വരെയോ നാഗർകോവിൽ വരെയോ തിരിച്ചും യാത്ര ചെയ്യാം. രോഗികൾക്കും പ്രായമുള്ളവർക്കുമാണ് ഇത് ഏറെ പ്രയോജനകരം. നേരത്തെ രാജറാണിയിലെ യാത്രക്കാർ കൊച്ചുവേളിയിൽ ഇറങ്ങി ബസ്സിനോ ടാക്സിയോ മറ്റോ വിളിച്ചോ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട സാഹചര്യമായിരുന്നു. RCC ഉൾപ്പെടെ കേന്ദ്രങ്ങളിലേക്ക് ചികിത്സയ്ക്കെത്തുന്ന രോഗികളും തലസ്ഥാന നഗരിയിലേക്കുള്ള പ്രായമായവരും ഉദ്യോഗസ്ഥരും ഇതുമൂലം ഏറെ വലഞ്ഞിരുന്നു. നേരത്തെ നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്നും നിലമ്പൂരിലേക്കും സർവീസ് ഉണ്ടായിരുന്നു. 2019 മെയ് മാസത്തിലാണ് ഈ സർവീസുകൾ കൊച്ചുവേളി വരെയാക്കി മാറ്റിയത്. ഇതേ തുടർന്ന് ജനപ്രതിനിധികളും ആക്ഷൻ കൗൺസിലും നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിലമ്പൂരിൽ നിന്നുള്ള യാത്രക്കാർക്ക് തിരുവനന്തപുരത്തേക്ക് കണക്ഷൻ വണ്ടി ലഭിക്കുന്നത്. വെള്ളിയാഴ്ച മുതലാണ് പുതിയ കണക്ഷൻ സർവീസ് ആരംഭിച്ചത്. 1634 1635 കൊച്ചുവേളി നിലമ്പൂർ, നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ്സുകളാണ്. നാഗർകോവിലിൽ നിന്നും കൊച്ചുവേളിയിൽ നിന്നും 06428 06433 നാഗർകോവിൽ തിരുവനന്തപുരം കൊച്ചുവേളി അൺറിസർവ്ഡ് എക്സ്പ്രസ് ആയി സർവീസ് നടത്തുന്നത്. നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്ന രാജറാണി എക്സ്പ്രസ് കൊച്ചുവേളിയിൽ എത്തുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് കണക്ഷൻ വണ്ടിയായി കൊച്ചുവേളി തിരുവനന്തപുരം നാഗർകോവിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് വണ്ടി മാറും. തിരുവനന്തപുരത്തേക്ക് റിസർവ് ചെയ്യുമ്പോൾ രാജറാണി കൊച്ചുവേളി എന്നാണ് കാണിക്കുക എങ്കിലും ഈ ടിക്കറ്റിൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാം. തിരിച്ച് നാഗർകോവിലിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ നേരിട്ട് നിലമ്പൂർ വരെയും റിസർവ് ചെയ്യാം. കൊച്ചുവേളിയിൽ നിന്നും നിലമ്പൂരിലേക്ക് പുറപ്പെടുന്ന സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നാഗർകോവിൽ തിരുവനന്തപുരം വണ്ടി ദിവസവും വൈകുന്നേരം 6:20 നാഗർകോവിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 7:55 തിരുവനന്തപുരം സെൻട്രലിൽ എത്തും. അവിടെ നിന്നും 7:58 പുറപ്പെട്ട് രാത്രി 8:20 കൊച്ചുവേളിയിലെത്തും. ഇവിടെ നിന്നും 9 മണിക്കാണ് രാജറാണി എക്സ്പ്രസ് ആയി നിലമ്പൂരിലേക്ക് പുറപ്പെടുക. നിലമ്പൂരിൽ നിന്നും രാത്രിയുള്ള നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ് പുലർച്ചെ 5:30 കൊച്ചുവേളിയിലെത്തുക. രാവിലെ 6:30 കൊച്ചുവേളിയിൽ നിന്നും കൊച്ചുവേളി തിരുവനന്തപുരം നാഗർകോവിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുക. 6:45 തിരുവനന്തപുരത്തെത്തും. 8:55 ഈ ട്രെയിൻ നാഗർകോവിലിൽ എത്തുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കാൻ ജാഗ്രതാ നിർദ്ദേശങ്ങളടങ്ങിയ ആകർഷകമായ പോസ്റ്ററുകൾ പുറത്തിറക്കി വനംവകുപ്പ്. വനവികാസ ഏജൻസിയുടെ പേരിലാണ് ചിത്രങ്ങളടങ്ങിയ സന്ദേശ പ്രചരണ പോസ്റ്ററുകൾ. വേനൽ കടുത്തതോടെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നതും വനാതിർത്തികളിൽ തമ്പടിക്കാൻ സാധ്യത ഏറുന്നതുമായ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ പോസ്റ്ററുകൾ പ്രചരണത്തിലിറക്കിയത്. വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴുണ്ടായേക്കാവുന്ന അപകടങ്ങളും മറ്റും ചിത്രങ്ങൾ സഹിതമാണ് പോസ്റ്ററുകളിൽ വിശദീകരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രചരണം.
മൃഗങ്ങളുടെ കടന്നുവരവ് മനുഷ്യർക്ക് എന്ന പോലെ തങ്ങളുടെ നിലനിൽപ്പിന് മനുഷ്യരുടെ ഇടപെടലും ഭീഷണിയാവുന്നത് വന്യജീവികൾ പരസ്പരം ആശങ്കപ്പെടുന്നതും കാർട്ടൂണുകൾ വഴി വരച്ചു കാട്ടുന്നുണ്ട്. ഇരയാര്, തങ്ങളുടെ ജീവനും ഭീഷണിയില്ലേ തുടങ്ങിയ തലക്കെട്ടോടു കൂടിയവയുമുണ്ട്. വനപാതയിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വന്യജീവികളെ കണ്ടാൽ ചെയ്യേണ്ടതും ഒഴിവാക്കേണ്ടതും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പോസ്റ്ററുകളിലുണ്ട്. വനാതിർത്തികളിൽ മാലിന്യങ്ങൾ, ആഹാരാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കരുത്. നാട്ടിലിറങ്ങുന്ന വന്യജീവികളുടെ ഫോട്ടോ എടുക്കുവാനോ കല്ലെടുത്തെറിഞ്ഞ് പ്രകോപിപ്പിക്കുവാനോ ശ്രമിക്കരുത്. ഇത്തരം സമയങ്ങളിൽ വനം വകുപ്പിനെയോ പോലീസിനെയോ വിവരം അറിയിക്കുക. യാത്രാ സമയത്ത് വന്യജീവികളെ കണ്ടാൽ നിശ്ചിത അകലം മാറി വാഹനങ്ങൾ നിർത്തുക. കാനന ഭംഗി ആസ്വദിക്കുന്നതോടൊപ്പം വന്യജീവി സാന്നിധ്യം നിരീക്ഷിക്കുക. വനപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള സൂചനാ ബോർഡുകൾ, മുന്നറിയിപ്പുകൾ പാലിക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടവ. ജനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാനമൊട്ടുക്ക് ഇത്തരം പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുവാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. കാടിറങ്ങുന്ന വന്യജീവികളെ മനുഷ്യരുമായുള്ള സംഘർഷം ഒഴിവാക്കി തിരികെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ എത്തിക്കുന്നതിന് വനം വകുപ്പുമായി നാട്ടുകാരുടെ സഹകരണം ആവശ്യപ്പെടുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകളിലെ വൈറൽ ഹൈപ്പറൈറ്റിസ് രോഗബാധ നിയന്ത്രണ വിധേയമെന്ന് ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധികളുടെ യോഗം വിലയിരുത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനുമാണ് കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നത്. ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ, തദ്ദേശ സ്ഥാപനങ്ങൾ, പോലീസ് എന്നിവരുടെ സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാനും മേഖലയിലെ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ സെല്ല് തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും രോഗലക്ഷണങ്ങളുള്ളവർ സ്വയം ചികിത്സകൾക്ക് വിധേയമാകാതെ അംഗീകൃത ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. രോഗലക്ഷണമുള്ളവർ വീടുകളിൽ സാധ്യമായ രീതിയിൽ മറ്റംഗങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതെ ഐസൊലേഷനിൽ കഴിയണം. രോഗബാധ പകരുവാൻ കാരണമായതായി കരുതപ്പെടുന്ന പ്രദേശത്തെ ബേക്കറി അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്തിരുന്ന എറണാകുളം സ്വദേശിക്കാണ് രോഗബാധ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുള്ളത്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഹോട്ടൽ, ബേക്കറികൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡ് ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധിക്കും. വേനൽ കനത്തതിനാൽ തണുത്ത ജ്യൂസ് ഉൾപ്പെടെ പാകം ചെയ്യാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് രോഗസാധ്യത വർദ്ധിക്കുവാൻ ഇടയാക്കുമെന്ന് യോഗം വിലയിരുത്തി. കുടിക്കാൻ യോഗ്യമായ വെള്ളം ഉപയോഗിച്ച് തയ്യാറാക്കിയ ഐസുകൾ മാത്രമേ ജ്യൂസ് കടകളിൽ ഉപയോഗിക്കാവൂ. പാനീയങ്ങൾ തയ്യാറാക്കുന്നതിനായി തിളപ്പിച്ചാറിയ വെള്ളമോ ISI ഗുണനിലവാര മുദ്രണയുള്ള വെള്ളമോ മാത്രം ഉപയോഗിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം തയ്യാറാക്കുമ്പോൾ പച്ചവെള്ളം ചേർത്ത് നൽകുന്നതും ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിൽ ജല അതോറിറ്റിയുടെ സഹായത്തോടെ ശുദ്ധീകരിച്ച ജലം എത്തിക്കും. ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ രോഗബാധ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പട്ടികവർഗ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. അഴുക്കുചാൽ വഴി വീടുകളിലെ കുളിമുറി മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്നതായി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. യോഗത്തിൽ പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ C ഷുബിൻ, NHM പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് TN, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വയനാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് ആനി രാജ. LDFിന്റെ സ്ഥാനാർത്ഥിയാണ്. എന്റെ ചിഹ്നം അരിവാൾ നെൽക്കതിർ. നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇന്ന് അധികാരത്തിലുള്ള ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ്, SC ST പ്രത്യേകിച്ച് SC STയുടെ സബ് പ്ലാൻ, കോമ്പണന്റ് പ്ലാൻ അദ്ദേഹം 2014 അധികാരത്തിൽ വന്നയുടനെ നമ്മുടെ പണമാണ്, ട്രൈബൽസിന്റെ, ആദിവാസികളുടെ, ദളിതുകളുടെ പണമാണ്, കമ്മ്യൂണിറ്റിയുടെ പണമാണ് ഏറ്റവും ആദ്യം വെട്ടിക്കുറച്ചത്. അതുകൊണ്ട് അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ, നിങ്ങൾ അനുവദിച്ചാൽ പാർലമെന്റിൽ ഞാൻ പോകുകയും പാർലമെന്റിൽ അതിനെതിരായി
മുന്നിലുണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ എന്നെ അരിവാൾ നൽകതിർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. 2 മണിക്ക് TB പരിസരത്ത് നിന്ന് MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ പൗരപ്രമുഖരടക്കമുള്ള ആളുകളെയും കണ്ടു. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി E പത്മാക്ഷൻ, ലോക്കൽ സെക്രട്ടറിമാർ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, NCPS ബ്ലോക്ക് പ്രസിഡന്റ് പരിന്തൻ നൌഷാദ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, ജോർജ് K ആന്റണി, മാട്ടുമൽ സലീം, M മുജീബ് റഹ്മാൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, വനിതാ ഭാരവാഹികൾ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. അമരമ്പലം പഞ്ചായത്ത് തേൾപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഓപ്പൺ ജിം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. അമരമ്പലം പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ ജിം നിർമ്മിച്ചത്. പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി നടപ്പിലാക്കിയത്. ഓപ്പൺ ജിമ്മിന്റെ അടിവശം ഇന്റർലോക്ക് ചെയ്യുന്നതിനായി 3 ലക്ഷം രൂപ കൂടി പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ഉള്ളാട് ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് മറ്റൊരു ഓപ്പൺ ജിമ്മിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്. തേൾപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് O അനിത രാജു അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ K അനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P അബ്ദുൽ ഹമീദ് ലബ്ബ, ക്ഷേമകാര്യ വികസന സമിതി അധ്യക്ഷ AK ഉഷ, പഞ്ചായത്ത് അംഗങ്ങളായ K രാജശ്രീ, M നാസർബാൻ, M റസാഖ്, C സത്യൻ, K ജിഷ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പഞ്ചായത്ത് അംഗം VK ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ V സുന്ദരൻ നന്ദിയും പറഞ്ഞു. സമഗ്ര ശിക്ഷ കേരളം നിലമ്പൂർ BRCയുടെ നേതൃത്വത്തിൽ ഉപജില്ലയിലെ ഭിന്നശേഷി കുട്ടികളുടെ എക്സ്പോഷർ ട്രിപ്പ് സംഘടിപ്പിച്ചു. ജീവിത നൈപുണ്യങ്ങൾ സ്വാംശീകരിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചത്. പ്രാദേശിക ചുറ്റുപാടുകളിലുള്ള വിവിധ സ്ഥാപനങ്ങൾ പൊതുഗതാഗത സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സന്ദർശിക്കുന്നതിനും അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനുള്ള അവസരം ഒരുക്കുക, കുട്ടികളുടെ സർഗാത്മക പ്രകടനങ്ങൾക്ക് അവസരമൊരുക്കുക, പ്രാദേശിക കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് എക്സ്പോഷർ ട്രിപ്പ് സംഘടിപ്പിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങൾ നൽകുന്ന വ്യത്യസ്ത സേവനങ്ങൾ മനസ്സിലാക്കുക, പൊതുസ്ഥാപനങ്ങൾ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ മനസ്സിലാക്കുക, കുട്ടികളിലെ ഇന്റർപേഴ്സണൽ സ്കില്ല് വർദ്ധിപ്പിക്കുക, മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പെരുമാറുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം യാത്രയിലൂടെ ലക്ഷ്യമാക്കുന്നുണ്ട്. നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 30 ഭിന്നശേഷി കുട്ടികളും 5 പൊതുവിഭാഗം കുട്ടികളും രക്ഷിതാക്കളും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും ഉൾപ്പെടെയുള്ള സംഘം നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിൻ യാത്ര നടത്തുകയും ഷൊർണൂർ ജംഗ്ഷൻ സ്റ്റേഷൻ മാസ്റ്റർ സന്തോഷ് TP, സ്റ്റേഷൻ മാസ്റ്റർമാരായ നിതിൻ, ആതിര ശേഖർ, സിഗ്നൽ എഞ്ചിനീയർ ബാലസുബ്രഹ്മണ്യൻ K എന്നിവർ കുട്ടികൾക്ക് റെയിൽവേയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. സിഗ്നൽ സംവിധാനവും ട്രാക്ക് മാറ്റുന്നതിനുള്ള ഓട്ടോമാറ്റിക് സംവിധാനവും മാനുവൽ സംവിധാനവും വിവിധതരം ട്രെയിനുകൾ എന്നിവ കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തു. ലോക്കോ പൈലറ്റിന്റെ വിദ്യാഭ്യാസ യോഗ്യത, റെയിൽവേയുടെ പ്രൊട്ടക്ഷൻ, ട്രെയിനിൽ ഉപയോഗിക്കുന്ന ഇന്ധനം, സ്റ്റേഷൻ മാസ്റ്ററുടെ ജോലികൾ, വന്ദേ ഭാരത് ട്രെയിനിന്റെ പ്രത്യേകത, തീവണ്ടി അപകടങ്ങളുടെ കാരണങ്ങൾ, റെയിൽവേ ട്രാക്കിൽ എന്തിനാണ് മെറ്റൽ ഉപയോഗിക്കുന്നത്, ട്രെയിനിൽ വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെ, എഞ്ചിൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നത് എന്തിനാണ് തുടങ്ങി നിരവധി സംശയങ്ങളാണ് കുട്ടികൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. ഷൊർണൂരിൽ നിന്നും ബസ് മാർഗം കേരള കലാമണ്ഡലത്തിലെത്തിയ കുട്ടികൾക്ക് വേണ്ടി നൃത്താധ്യാപിക കൃഷ്ണപ്രിയ, വിദ്യാർത്ഥിനികളായ കാരുണ്യ, ശ്രുതി, തൻവി എന്നിവരുടെ നേതൃത്വത്തിൽ നൃത്തത്തിന്റെ ഡെമോൺസ്ട്രേഷൻ നടത്തി. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, നൃത്തരൂപങ്ങളുടെ നമസ്കാരം, മുദ്രകൾ, നവരസങ്ങൾ, അടവുകൾ എന്നിവ കുട്ടികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി. ദട്ടുവാങ്കം, മൃദംഗം, ഇടയ്ക്ക തുടങ്ങിയ വാദ്യോപകരണങ്ങളും പരിചയപ്പെടുത്തി. കേരള കലാമണ്ഡലത്തിലെ പ്രവേശനം സംബന്ധിച്ച നടപടിക്രമങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയാണ് കുട്ടികൾ തിരിച്ചു പോകുന്നത്. നിലയിലൂടെയുള്ള പുഴ നടത്തത്തോടെയാണ് യാത്ര അവസാനിച്ചത്. നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M മനോജ് കുമാർ, ട്രെയിനർമാരായ ജയൻ A, രമ്യ TP, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സബിത് ജോൺ, വിവാസ് റോഷൻ, റൂബി മാത്യു, ഷെറിൻ കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. പനമ്പറ്റ ശ്രീ ധർമ്മശാസ്ത്ര ഭജനമഠത്തിൽ അഖണ്ഡ വിഷ്ണു സഹസ്രനാമ പാരായണ യജ്ഞം നടത്തി. 11ാമത് വർഷമാണ് അഖണ്ഡ സഹസ്രനാമ യജ്ഞം ആചരിച്ചു വരുന്നത്. പുലർച്ചെ 4 മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച വിഷ്ണു സഹസ്രനാമ പാരായണം വൈകുന്നേരം 6 മണിക്കാണ് അവസാനിച്ചത്. ഇടവേളകളില്ലാതെ തുടർച്ചയായിട്ടാണ് പാരായണം നടത്തിയത്. ഭജനമഠം പ്രസിഡന്റ് പനമ്പറ്റ നാരായണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭജനമഠം സെക്രട്ടറി തെക്കേടത്ത് കൃഷ്ണൻ, KV വേലായുധൻ, അനൂപ് ചീനിക്കൽ, വിശ്വനാഥൻ നമ്പ്യാടൻ,
എം പ്രഫുല്ലനാഥൻ, എം സുരേഷ് കുമാർ, എം പുഷ്പരാജൻ, CA തങ്കമണി മൂന്നാക്കിൽ, നിത്യാനാഷാദ്, സുനിത ചെമ്പ്രേരി, ഓമന ചീനിക്കൽ, പ്രഭ കൈമടത്തിൽ, രാമകൃഷ്ണൻ അപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.